നമസ്കാരം, ഡാർക്കോൾ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മാക്സിമം സൈസ് കുറച്ചുകൊണ്ട് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ പ്രോക്സി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ സാധാരണ ഇതിൽ പ്രോക്സി എടുക്കുമ്പോൾ പോലെ സെറ്റിങ്സിൽ വന്നിട്ട് പ്രോക്സിയുടെ സെറ്റിങ്സ് ഇവിടെ മാറ്റി. ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോക്സി ജനറേറ്റ് ചെയ്യും. ഈ ഒരു മെത്തേഡ് അല്ലാതെ നമ്മൾ ലോഞ്ച് പാഡിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, അതേപോലെ വിൻഡോസ് സ്റ്റാർട്ട് മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഐക്കൺ കാണാൻ പറ്റും, ബ്ലാക്ക് മാജിക് പ്രോക്സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ബ്ലാക്ക് മാജിക് എന്ന് തന്നെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം അപ്പിയർ, ബ്ലാക്ക് മാജിക് പ്രോക്സി ജനറേറ്റർ. ഇതൊന്ന് ഓൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഫോൾഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഫൈൻഡറിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ട ഫോൾഡർ എടുക്കുക, ഫോൾഡറിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇനി നമുക്ക് മുകളിലായിട്ട് 4 സെറ്റിങ്സ് കാണും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇതിൽ ആദ്യത്തെ പ്രോറസ് 422 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ തന്നെ കൊഡാക്ക് ഫോർമാറ്റ് ആണ്. അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൈസ് വരും. അതിനേക്കാൾ നല്ല എന്താണെന്ന് അറിയോ, H.264 H.265. അപ്പോൾ ഞാൻ H.265 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 4 കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ പ്രോക്സി ജനറേറ്റ് ചെയ്യും. പ്രോക്സി ജനറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു W എന്നുള്ള ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ അവിടെ പ്രോക്സി എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മുടെ പ്രോക്സി ഫയലും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാനത് കാണിക്കാതെ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പം റെക്കോർഡിങ് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആ ഒരു പ്രോക്സിയെ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത പ്രോക്സി അടക്കമുള്ള ഒരു ഫോൾഡർ ഉണ്ട് W. നമ്മൾ ഇവിടേക്ക് ഏത് ഫോൾഡറാണ് ആഡ് ചെയ്ത് ആ ഒരു ഫോൾഡറിൽ തന്നെ ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഡാവിഞ്ചി എടുത്ത ശേഷം അതിൻ്റെ മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 വീഡിയോസ് ആഡ് ആയിട്ടുണ്ട്. ഒരു പ്രോക്സി ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോക്സി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, PXY എന്ന് പറഞ്ഞിട്ട്. അത് ഓൺ ചെയ്തിട്ട് പ്രിഫർ പ്രോക്സീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രോക്സി ആണെന്നുള്ള ഇവിടെ ഒരു പിങ്ക് കളറിലുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടാവും, പിങ്ക് പ്രോക്സി. ഓക്കെ, ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ പ്രോക്സി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ക്ലിപ്പിന് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പ്രിഫർ പ്രോക്സി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് അതേപോലെ പ്ലേ ബാക്ക് ഓപ്ഷനിൽ വരും. ഇവിടെ വന്നിട്ട് പ്ലേ ബാക്ക് ഓപ്ഷനിൽ പ്രോക്സി ഹാൻഡ്ലിംഗ് എന്നുള്ള പ്രോക്സി, പ്രിഫർ പ്രോക്സി എന്നുള്ള ഇവിടെ ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അത് തന്നെ ആയിരിക്കും മിക്കവാറും ഇവിടെ ഉണ്ടാവും. നമ്മളിവിടെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്കിൽ പ്രിഫർ പ്രോക്സി ഡിസേബിൾ ആയിട്ടുണ്ടാവും. പ്രിഫർ പ്രോക്സി ഇനേബിൾ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ഇനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇവിടെ ഇനേബിൾ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലേ ബാക്ക് തന്നെ വന്നിട്ട് ടൈം ലൈൻ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ, അതായത് നമുക്ക് കാണേണ്ട റെസൊല്യൂഷൻ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഹാഫോ ക്വാർട്ടർ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഈ ഷോർട്ട് കട്ടൊക്കെ ഞാൻ ആഡ് ചെയ്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിപ്പോൾ എനിക്ക് നോക്കിയോ Ctrl+Q ആണ്. Ctrl+Q എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആണ്. പിന്നെ കുറച്ചുകൂടെ കുറയും, കുറച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ ആവും. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നാലും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ യൂട്യൂബ് കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ പറയുന്നത് മാക്സിമം ക്വാർട്ടറിലോ അല്ലെങ്കിൽ ഹാഫിലോ ഇടുക, എന്നാൽ കുറച്ചും കൂടെ സ്പീഡ് കിട്ടും. പ്രോക്സിൻ്റെ വർക്ക് ഫ്ലോ കുറച്ചുകൂടി സ്പീഡാവും. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല സ്മൂത്തായിട്ടാണ് 4K വീഡിയോ പ്ലേ ആവുന്നത്. നിങ്ങളുടെ ഒരു സ്റ്റക്കും ഇല്ല, ഒന്നുമില്ല. 60 ഫ്രെയിം പെർ സെക്കൻഡ് നല്ല അടിപൊളിയായിട്ട് പ്ലേ ബാക്ക് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഔട്ട് എടുക്കുന്ന സമയത്ത് ഈ പ്രോക്സി മാറ്റണം എന്നുള്ള സംശയം ഉണ്ടാവില്ലേ പലർക്കും. സാധാരണ ഇതിൽ നമ്മൾ പ്രോക്സി മാറ്റുന്നതാണ്. ഇത് നമ്മൾ ഔട്ട് എടുക്കുന്ന സമയത്ത് ഡെലിവർ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂസ് പ്രോക്സി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് അൺടിക്ക് ചെയ്യുക. അപ്പോൾ പ്രോക്സി ആവില്ല, ഒറിജിനൽ ഫയലാണ് അവിടെ റെൻഡർ ആവുക. നമുക്കിവിടെ ക്വാളിറ്റി കാണാൻ പറ്റും. ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മുടെ ഒറിജിനൽ ഫയലാണ് റെൻഡർ ആവുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഇത് ഓഫാക്കിയിട്ടേക്കാം. ഇത് ഓഫാക്കിയിട്ടാണെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കുക, മാക്സിമം ക്വാളിറ്റിയിൽ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം സ്പീഡിലും അതുപോലെ കുറഞ്ഞ സൈസിലും പ്രോക്സി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.